സർ, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ ആരോപിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. അത് തള്ളിയതിന് തൊട്ടു പുറകെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിശകലന സ്ഥാപനത്തിൽ നിന്നിൻ്റെ ഡയറക്ടറാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തനിക്ക് തെറ്റുപറ്റി, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ പുറത്തുവിട്ട കണക്കുകളൊക്കെ തെറ്റായിരുന്നു, അത് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അത് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. എന്താണ് സാർ, ഈ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കുന്നതിനെതിരെ ഒരു വലിയ ഗൂഢാലോചന, അല്ലെങ്കിൽ അത് അട്ടിമറിക്കാൻ ഒരു നീക്കം എവിടെയോ നടക്കുന്നതായിട്ട് തോന്നുന്നു. എന്താണ് സാർ അങ്ങയുടെ അഭിപ്രായം? എവിടെയോ നടക്കുന്നു, വളരെ വ്യക്തമാണ്. ജോർജ് സൊറോസ് പറഞ്ഞതാണ് മോദിയെ തോൽപ്പിക്കുമെന്ന്. അതിൽ അദ്ദേഹം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ. വലിയ പ്രചണ്ഡമായിട്ടുള്ള കോലാഹലങ്ങളും അദ്ദേഹത്തിനെതിരെ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ധാരാളമായിട്ടുണ്ടായി. ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ അട്ടിമറിക്കാനും വാരണാസിയിൽ തോൽപ്പിക്കാനും ഉള്ള കുൽസിത ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. M1 M5 തുടങ്ങിയ ചാരമല്ല, അവരുടെ ഇൻ്റലിജൻസ് സംഘടനകൾ ബ്രിട്ടനിൽ നിന്ന് പോലും വന്നിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വേണ്ടിയിട്ട് അതിനെതിരെ നീക്കം നടത്തി ബ്രിട്ടനിൽ കൊണ്ടുപോയി പരിശീലനം നടത്തിയൊക്കെ അട്ടിമറികൾ നടത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പാട്രിക് മൊയ്നിഹാൻ എന്ന് പറയുന്ന US അംബാസഡർ പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, EMS സർക്കാരിനെ അട്ടിമറിക്കാൻ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ട് 57 കഠിനമായ പരിശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു, ധാരാളം പണം രാഷ്ട്രീയ എതിരാളികൾക്ക് നൽകിയിരുന്നു. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് എന്ന് പറയുന്ന പോലെ ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങൾക്ക് ഈ ആത്മനിർഭർ ഭാരത് കൊണ്ടും വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടും മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ അംബാനിക്കും അതുപോലെ തന്നെ ടാറ്റ അങ്ങനെയുള്ള വൻ വ്യവസായികൾക്കും ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു പ്രോത്സാഹനം കൊണ്ടും തനിക്കൊരു ഫുട് പ്രിൻ്റ് ഇന്ത്യയുടെ മണ്ണിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ധാരണ കൊണ്ടും അദ്ദേഹം ഇന്ത്യയിലെ സർക്കാരിനെ ഞാൻ തകിടം മറിച്ചിടുമെന്ന് പരസ്യമായിട്ട് 90-ാം വയസ്സിൻ്റെ അന്ത്യത്തിലും തൻ്റെ വയസ്സിൻ്റെ 90-കളുടെ അന്ത്യത്തിലും പ്രഖ്യാപിച്ചത് നമ്മൾ ലൈവായിട്ട് കേട്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലെ ഏജൻ്റാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു, മോദിയെ ഒരു തരത്തിലും നേരിടാൻ പറ്റുന്നില്ല, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നില്ല, മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഒരു അട്ടിമറി ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് ആകാശത്തു നിന്ന് മഞ്ഞ വീണതുപോലെ, അല്ലെങ്കിൽ വേഴാമ്പലിന് മഴവെള്ളത്തുള്ളികൾ കിട്ടിയതുപോലെ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. മഹാരാഷ്ട്രയിലെ സെഫോളജിസ്റ്റ് ആയിട്ടുള്ള സഞ്ജയ് കുമാർ എന്ന് പറയുന്ന ആള് ഒരു പൊട്ടക്കണക്കും കൊണ്ടുവന്നത്. അതായത് അദ്ദേഹം പറയുന്നത് നാസിക്കിൽ 47 മഹാരാഷ്ട്രയിലെ കാര്യമാണ്, 47.38% കിങ്കര മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്, 43.08% വോട്ട് കൂടി എന്നൊരു കള്ളക്കണക്ക് അദ്ദേഹം ഉണ്ടാക്കി. സഞ്ജയ് കുമാർ എങ്ങനെ 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ, അതായത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം പറഞ്ഞൊരു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി, കാളപറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കും പോലെ ഇദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. ഇതെന്തോ വലിയൊരു അട്ടിമറി മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും വിധം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കും വിധം ഒരു പ്രതിപക്ഷ നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള തൂണുകളെ, സ്തംഭങ്ങളെ, 4 തൂണുകളെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. അതിൽ 5-ാമത്തെ തൂണെന്ന് സങ്കല്പിക്കപ്പെടുന്ന 4-ാമത്തെ തൂണെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ആ കൊടും കൊലയ്ക്ക്, ജനാധിപത്യത്തിൻ്റെ കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ LK അദ്വാനി പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇഴഞ്ഞു എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ ഈ ഛർദി വിഴുങ്ങാൻ വേണ്ടി പത്രങ്ങൾ തമ്മിൽ മത്സരിച്ചു. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉദയം കൊണ്ടു എന്ന് പറയുന്ന പത്രം പോലും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ അതിനു വേണ്ടിയിട്ട് ഏറ്റുപാടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാലിൽ തൂങ്ങിയ നാണം കെട്ട
പത്ര ചരിത്രമാണ് നമ്മളിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ അവസരത്തിൽ ഇതിൻ്റെ സോഴ്സായിട്ടുള്ള സഞ്ജീവ് കുമാർ തന്നെ തുറന്നു സമ്മതിച്ചു, തൻ്റെ ഡേറ്റ കളക്ഷനിൽ കാര്യമായ പിഴവുണ്ടായി, ഞാൻ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് CSDS എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലോകനീതി നമ്മുടെ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ മുമ്പ് പ്രവർത്തിച്ചിരുന്ന യോഗേന്ദ്ര യാദവിനെ പറ്റി പറയാനാണെങ്കിൽ വലുതായിട്ട് എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കുകയാണ് ഇന്ത്യയെ ഒന്ന് തകർക്കാൻ വേണ്ടി. നല്ല രീതിയിൽ ജോർജ് സോറോസ്, അദ്ദേഹം പ്രശാന്ത് ഭൂഷൺ ഇവരൊന്നും ഇപ്പൊ മിണ്ടാട്ടമില്ല, ഇവർക്കൊന്നും വീണ്ടും പെട്ടിക്കൊണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ലേഖനം എഴുതി, മാതൃഭൂമി അത് അദ്ദേഹത്തിന്റെ ഛർദി അതുപോലെ വാരി വിഴുങ്ങിയിട്ടുണ്ട് അതിന്റെ എഡിറ്റോറിയൽ പേജില്. പക്ഷെ സാർ, ഇത് ഇവർക്കെല്ലാം നിരന്തരം ഹൈക്കോടതികളിൽ നിന്നും സുപ്രീം കോടതികളിൽ നിന്നും തിരിച്ചടി കിട്ടുകയാണ്. അതായത് ഒരു സ്റ്റാൻഡും ഇല്ലാത്ത. അല്ലല്ല, മാതൃഭൂമി ഉണ്ടല്ലോ, അവരുടെ പേരും കൊടുത്ത് ലേഖനം പ്രസിദ്ധീകരിക്കാൻ, ആ ഛർദി വാങ്ങി വിഴുങ്ങാനേ അത് ശേഖരിച്ചു വയ്ക്കാനും മാതൃഭൂമി ഉണ്ടല്ലോ. അത്രത്തോളം അവർക്ക് ആ പബ്ലിസിറ്റി മതി. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജോർജ് സോറോസിന്റെ പണവും ഉണ്ട്. പിന്നെ എത്ര ആട്ട് കിട്ടിയാലും നാണമില്ല. രാഹുൽ ഗാന്ധിയെ പോലെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം പോലും സംശയിച്ചിട്ടും നാണമില്ലാതെ ജോഡോ യാത്ര എന്നും പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ജോഡോ അല്ല, വോട്ട് അധികാർ അതിന്റെ ജോഡോ യാത്ര നടത്തി, പക്ഷേ അതിന് റിസൾട്ട് ഒന്നും അധികാർ യാത്ര എന്ന് പറഞ്ഞിട്ട് ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്നാണ്. ശരിക്കും സാർ, ഈ മഹാരാഷ്ട്രയിലെ ആ വിധി, സുപ്രീം കോടതിയിൽ ആ ഹർജി തള്ളിയതോടുകൂടി ആ യാത്ര ചീറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം രാഷ്ട്രത്തിനോട് മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞ അർത്ഥം രാഹുൽ ഗാന്ധി മാപ്പ് ചോദിക്കണം. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ കലാപം സൃഷ്ടിക്കുന്ന രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ മാപ്പ് ചോദിക്കേണ്ടതാണ്. സഞ്ജീവ് കുമാർ കുറച്ചെങ്കിലും മിടുക്കനായതുകൊണ്ട് അദ്ദേഹം സത്യം പറഞ്ഞത് അടിയൂരി. അല്ലെങ്കിൽ കുഴപ്പം, ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി, ഞാൻ നെഹ്റു കുടുംബത്തിലെ അല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ പിതൃസ്വത്താണ് എന്നുള്ള മട്ടിലാണ് പോകുന്നത്. പേടിയില്ലായ്മയും കൂസലില്ലായ്മയും. വാസ്തവത്തിൽ പൊട്ടന് വട്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എത്ര പേരാ കൂടുന്നത്? ഈ പൊട്ടന്മാരും ഭ്രാന്തന്മാരും വഴിയിൽ കാണിക്കുന്ന കൂത്തും പേക്കൂത്തും കാണാനും ഒരുപാട് പേരുണ്ടാവും. ചെമ്പരത്തി പൂവും ചെവിയിൽ വെച്ചുകൊണ്ട് ഭ്രാന്തന്മാർ വഴിയിൽ നൃത്തം നടത്തുമ്പോൾ അത് കാണാനും ആൾ കൂടുന്ന പോലെ കൂടുകയാണ്. അതിൻ്റെ കഥയറിയാതെ ആട്ടം കാടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. നോക്കൂ, ഇതിൻ്റെ സോഴ്സായിട്ടുള്ള ആൾ തന്നെ നിഷേധിച്ചു. പിന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഴിമതി, അത് ഇലക്ഷൻ കമ്മീഷൻ നിഷേധിച്ചു. നിങ്ങളിനി തെളിവ് ഹാജരാക്കി വെളിപ്പെടുത്തൂ, പത്രങ്ങളോടായാലും മതി, ഒന്ന് വെളിപ്പെടുത്തൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല. എന്നിട്ട് ഇപ്പോൾ ഈ കുറേ പത്രങ്ങൾ എന്താ പറയുന്നതെന്നറിയാം, ഇങ്ങനെ ആരോപിച്ചല്ലോ അന്വേഷണം നടത്തണം. ഓരോ വീട്ടിലും നടന്ന് ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടെങ്ങനെ നടന്നോ അതേ രീതിയിൽ തന്നെ അതിലും ശുദ്ധമായിട്ട് ഓരോ തവണയും ഇത് ശുദ്ധീകരിക്കപ്പെടുകയാണ് പ്രക്രിയ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പോലും ബംഗാളിൽ റിഗ്ഗിംഗ് ആണ് നടന്നിരുന്നത്, ബൂത്ത് പിടുത്തം. കാരണം കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, വേറൊരു പാർട്ടിക്ക് ഏജന്റ് ഇല്ല അവിടെ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ വോട്ട് ചെയ്യും. ഈ 2006 നമ്മുടെ നിതീഷ് 2006 ശേഷം ബീഹാറിൽ അധികാരത്തിൽ വരുന്നത് വരെ അവിടെ ബൂത്ത് പിടുത്തമായിരുന്നു. ബീഹാറിൽ മാത്രം, എല്ലാ സ്ഥലങ്ങളും കോൺഗ്രസ് മാത്രമേ ഉള്ളല്ലോ അന്ന്. വേറെ പാർട്ടികൾക്കൊന്നും ഏജന്റ് പോലും ഇല്ല. ആ സൗകര്യം നല്ലപോലെ ഉപയോഗിച്ചാണ് വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരുന്നത്. പക്ഷെ ക്രമേണ പ്രതിപക്ഷം ശക്തമായതോടുകൂടി ശുദ്ധീകരിക്കപ്പെട്ടു. GN ശേഷൻ വന്നപ്പോൾ റിഗ്ഗിംഗ് എന്ന പരിപാടി അവസാനിപ്പിച്ചു. എന്നിട്ടും ഇപ്പോഴും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ റിഗ്ഗിംഗ് നടത്തുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലേ? അതുപോലെ തന്നെ പ്രശാന്ത്, എനിക്കുള്ളൊരു സംശയം, കേരളത്തിൽ 19 സീറ്റുകളിൽ UDF വിജയിച്ചു പാർലമെന്റിൽ തിളക്കമാണ്. അത് കഴിഞ്ഞു വന്ന 18 സീറ്റുകൾ 18 അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ പിണറായി 2019 കഥയാണ് സാറ് പറയുന്നത്. ശരിയാണ്, 19 സീറ്റുകളിൽ അതാ ഞാൻ പറഞ്ഞു 19, പിന്നെ 19 സീറ്റുകളിൽ തോറ്റ CPM 99 സീറ്റുകളിൽ നിയമസഭയിൽ ജയിച്ചു. അപ്പോൾ അവിടെ അട്ടിമറി നടന്നിട്ടുണ്ടെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? ഇവിടെ അട്ടിമറി നടന്നതിന് ഒരു തെളിവില്ലാതെ തെളിവായിട്ട് പറയുന്നത് ഇത്ര സീറ്റുകൾ BJPക്ക് കൂടി. ഇത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും അട്ടിമറിയിലൂടെയാണ് വന്നതെന്ന് നമുക്ക് കരുതിക്കൂടെ? CPM പിന്നെ ഇത് ഏറ്റെടുക്കുന്ന ഈ കുറച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന പാർട്ടി. സാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അറിയാൻ പുള്ളിക്ക് ഇത് ലോജിക്കില്ലാത്ത കാര്യമാണ്. വിവരമുള്ള ഒരു CPM കാരനും മിണ്ടില്ല. പക്ഷേ MA ബേബി തൃശ്ശൂരിൽ വന്ന് മിണ്ടി. MA ബേബിയും MV ഗോവിന്ദനും തുടക്കത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയാണല്ലോ, കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവര് തുടക്കത്തിൽ 1-2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. പിന്നെ രണ്ടുപേരെയും കാണാനില്ല, പോയ വഴിക്ക് പുല്ലുമുള. ഇതിപ്പോ എന്താ സംഭവം എന്നറിയാമോ? ഇതൊരു മുൻകൂർ ബീഹാറിൽ തോറ്റു തുന്നം പാടും എന്നറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ പണ്ടൊരു ജ്യോത്സ്യം ചെയ്യുന്ന പോലെ ജയിക്കുവാണെങ്കിൽ ഞങ്ങളുടെ സമരം കൊണ്ട് ഞങ്ങൾ ജയിച്ചതാണെന്ന് പറയും. വോട്ട് അധികാർ എന്ന് പറയുന്ന സമരം കൊണ്ട് ഞങ്ങൾ ജയിച്ചതാണ്.
തോറ്റു തുന്നം പാടുകയാണെങ്കിൽ ഇത് കള്ളവോട്ടാണെന്നും പറയാൻ വേണ്ടിയിട്ടുള്ള ക്രമക്കേട്. ഒരു അഭ്യാസമാണിത്, നാണം കെട്ട അഭ്യാസം. ഇത് മാത്രമാണ്. പണ്ടൊരു ജ്യോത്സ്യൻ ഇതുപോലെ രാജാവ് വന്ന് വിളിച്ചു, എൻ്റെ കുട്ടി ജനിക്കാൻ പോവുകയാണ്, കുട്ടിയാണോ പെണ്ണോ ആയിരിക്കും. അപ്പോൾ ജ്യോത്സ്യനെ ഈ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമയം തീരുകയാണ്, പെട്ടെന്ന് അവസാനിക്കും, പറഞ്ഞു ആണെന്ന്. എന്നിട്ട് പോകാൻ നേരത്തെ ഒരു പെണ്ണെന്നും പറഞ്ഞ് ഉത്തരത്തിൽ ഉത്തരവ് എഴുതി വെച്ചു, തിരിച്ചുപോയി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് ജനിച്ചത്. അപ്പോൾ ആ വാളുമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് രാജാവ് വിളിച്ചവനെ എൻ്റെ കഴുത്ത് വെട്ടിക്കളയാൻ, എന്തിനാ കള്ള ജ്യോത്സ്യനാണോ നീ, എന്നെ ഇപ്പോൾ കൊല്ലുക. അപ്പോൾ രാജാവെ അങ്ങ് വിഷമിക്കുമെന്ന് വിചാരിച്ചു, ഞാൻ സത്യം ആ ഉത്തരത്തിൻ്റെ പുറത്ത് എഴുതി വെച്ചു പെണ്ണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തോറ്റു കഴിയുമ്പോൾ ഒരു ഉത്തരം പറയാൻ വേണ്ടി നടത്തുന്ന നിരർത്ഥകമായിട്ടുള്ള അഭ്യാസമാണ്. ജനങ്ങൾ വഞ്ചിതരാകരുത്. പത്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, ഇവിടെ വഞ്ചിതരാകരുത്. പക്ഷെ അത് ചീറ്റിപ്പോയി, മൊത്തത്തിൽ ചീറ്റിപ്പോയെങ്കിലും പത്രങ്ങൾ ഇപ്പോഴും സപ്പോർട്ടാണെന്നേ. കുറെ ഈ പറയുന്ന പോലെ പ്രശാന്ത് ഭൂഷണെ പോലെ, പിന്നെ നമ്മൾ യോഗേന്ദ്ര യാദവിനെ പോലെ കുറെ പേര് ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്ത് ഇന്ത്യ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മോദിയോടുള്ള ശത്രുത, ഹിന്ദുത്വത്തോടുള്ള വിരോധം, ഇതൊക്കെയാണ് ഇവരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത്. ഹിന്ദു വിരോധികളായ ആൾക്കാരുടെ അവസാന നിമിഷമെങ്കിലും ഇവിടെ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് നമുക്ക് ഇസ്ലാമികവൽക്കരണം ത്വരിതഗതിയിലാക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയും കൂടി ഇതിൻ്റെ ജോർജ് സോറോസ് മാത്രമല്ല, ആഗോള ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഏജന്റുമാരുടെ കറുത്ത കരങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് ഇന്ദിരാഗാന്ധി വിദേശ കരങ്ങളെന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ ഏർപ്പിച്ചത്, അതുപോലെ അടിയന്തരാവസ്ഥയൊന്നും മോദി ഇന്ത്യയിൽ കൊണ്ടുവരികയില്ല. അതുപോലത്തെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അടിയന്തരാവസ്ഥ ഇല്ലാതെ തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളുമെന്നാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച ജനങ്ങളുടെ ഉത്തമ ബോധ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.